കോതമുക്ക് പള്ളിക്കേസ് ക്രൈംബ്രാഞ്ചിൽ. കോതമുക്ക് ഇടവകയിൽ നടന്ന അസ്വാഭാവിക മരണങ്ങളിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഞാനല്ല, ദൈവം തരും. അവിടെ വിശ്വാസം. എഡ്വിൻ വന്നില്ലേ? അല്ല സാറേ, എഡ്വിൻ ഒരാഴ്ചയായിട്ട് ലീവിലാണ്. സാറേ, ഈ കേസ് നമുക്കൊരു തലവേദനയാകും. ആ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണല്ലോ. കൊലപാതകത്തിൻ്റെ യാതൊരു തെളിവുമില്ല. ആത്മഹത്യ ആവാനാണ് സാധ്യത. പക്ഷേ ആ കുഴിമാടം, അവിടെയാണ് 2 മരണവും സംഭവിച്ചത്. ഇപ്പോൾ ആ കുഴിമാടത്തിൽ ആരുടെ ബോഡിയാണ് ഉള്ളത്? അവസാനമായി ഒരു 85 വയസ്സുള്ള സ്ത്രീയാണ് മരിച്ചത്. അതൊരു സ്വാഭാവിക മരണമായിരുന്നു. ആ സ്ത്രീ 1 വർഷമായി കിടപ്പിലായിരുന്നു. ആ കുഴിമാടത്തിലല്ലേ 2 മരണങ്ങൾ സംഭവിച്ചത്? ആ 2 മരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചോ? ആ സാർ, ആദ്യം മരിച്ച ആൾ ഒരു മിസ്റ്റർ സ്റ്റീഫൻ ലൂയിസ്, 30 വയസ്സ്, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു. അതുപോലെ പള്ളിയിൽ അനീതിക്കെതിരെ ചോദ്യം ചെയ്യുന്ന ഒരാളാണ്. രണ്ടാമത്തെ ആൾ സൈമൺ ചാലക്കൽ, 57 വയസ്സ്, ധാരാളം ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പള്ളിയുടെ സെക്രട്ടറിയും കൂടിയാണ്. പള്ളിയുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. ഒരാൾ പള്ളിക്ക് അനുകൂലവും ഒരാൾ പള്ളിക്കെതിരെയും. നല്ല കോമ്പിനേഷനാണല്ലോ. ഈ 2 പേരും നമ്മളെ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധം? സാർ, ഈ സ്റ്റീഫൻ കഴിഞ്ഞ പ്രതിനിധി യോഗത്തിൽ അച്ഛനും ഒരു വാക്ക് തർക്കമുണ്ടായി കൊഴിഞ്ഞു വീണു. അന്ന് രാത്രി തന്നെ മരണപ്പെടുകയുണ്ടായി. സാറേ, നമുക്ക് അച്ഛനൊന്ന് ചോദ്യം ചെയ്യണ്ടേ? നമ്മളെ എസ് ഐ രാജീവ് ഒരാശം ചോദ്യം ചെയ്താണ്. പ്രത്യേകിച്ച് തെളിവൊന്നും ലഭിച്ചില്ല. പക്ഷേ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നമ്മുടെ കൈക്കാരൻ തോമസിനോടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. സാറേ, എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനെ. സാധാരണ ഞങ്ങൾ ഓഫീസിലേക്ക് വിളിപ്പിക്കാറാണ് പതിവ്. അതിനുള്ള സമയം ആവട്ടെ. 2 മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്, ഒരു കാരണവുമില്ലാതെ. അതല്ല, ഈ കേസ് എങ്ങനെ ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിയത്? മരിച്ചതൊന്ന് നമ്മുടെ ലൂവിസിന്റെ മോനാ, പിന്നെ ഒന്ന് എൻ്റെ ചങ്ക് സൈമനും. ലൂവിസിന്റെ മകന് പള്ളി കമ്മിറ്റിക്കാരായിട്ട് ചെറിയ തർക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല സാറേ. പക്ഷേ സൈമൻ മരിച്ചപ്പോൾ ഞാൻ പകുതി ചത്തു സാറേ. സൈമൺ മരിച്ച ദിവസം തോമസ് സൈമനെ കണ്ടിരുന്നു? ആ, കണ്ടിരുന്നു. ഞാൻ സൈമനെ കണ്ടിരുന്നു സാറേ. ഞാൻ സൈമനെ കണ്ടിരുന്നു. ഒരു കാര്യം പറയാണ്ട്. എന്താ? അതെ, ഇപ്രാവശ്യത്തെ പെരുന്നാളിന് എന്നെ തന്നെ കൺവീനർ ആക്കണ്ട. അത് പിന്നെ പറയേണ്ട കാര്യണ്ട സൈമ. ഞാൻ കൈക്കാരനാണെങ്കിൽ നീയല്ലേ കൺവീനർ. അപ്പൊ ഞാൻ കൈക്കാരനാകുമ്പോ ഞാൻ കൺവീനർ. അതെ, ഈ പെരുന്നാളെങ്കിലും നമ്മൾ 2 ആളും കൂടി നടത്തേണ്ട ഈ ഇടവകക്കാർക്കൊന്ന് കാണിച്ചു കൊടുക്കണം. കാണിക്കാൻ പൂരപ്പൊടി അല്ല, എന്താ പുസ്തകമൊക്കെ ആയിട്ട്? ഓ അതെ, ഞാൻ അച്ഛനെ കൊണ്ട് നമ്മുടെ റിപ്പോർട്ടൊന്നും ഒപ്പിടിച്ചില്ല. മറ്റേ ചക്ക പ്രശ്നം ഉണ്ടാക്കിയ കാരണം അച്ഛാകെ ടെൻഷനല്ലേ, ഒപ്പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊന്ന് ഒപ്പിടിച്ചിട്ട് വരാം. അതെ, ചെക്കത്ര ചെറുപ്പത്തിൽ തന്നെ ഭയങ്കര കഷ്ടായില്ലേ? അതെ, നമ്മുടെ അച്ഛന് എന്തോ ഒരു മാന്ത്രിക ശക്തി ഉണ്ടോ എന്നൊരു സംശയം. നമ്മുടെ അച്ഛനാ? പ്രശ്നം നടക്കുമ്പോ അച്ഛനൊരു പ്രാർത്ഥിക്കുമ്പോ ഒരു നോട്ടം നോക്കി, അപ്പൊ കൊഞ്ഞു വീണവൻ അന്ന് തുടങ്ങിയ സംശയിക്കും. അച്ഛൻ നല്ല പ്രാർത്ഥന. എന്നാ ശരി, ഒപ്പിട്ടിട്ട്. അതെ, എനിക്ക് വീട്ടില് പണിക്കാരുണ്ട്, അവർക്ക് കാശ് കൊടുത്തിട്ടില്ല ഞാൻ. അമ്മൊരു കാര്യം ചെയ്യും, നീ അവർക്ക് കാശ് കൊടുക്ക, ഞാനും അച്ഛനും കൂടെ ഒപ്പിടിക്കാം. അച്ഛൻ ഉണ്ടാവും കാണട്ടെ. കാണും. എന്നാണ് സാറേ ഞാൻ അവസാനമായിട്ട് സൈമനെ കാണുന്നത്. പിന്നെ കണ്ടത്
ആ നശിച്ച കുഴിമാടത്തിലെ ഗുഡ് ഈവനിങ് ഫാദർ. ഫാദർ, ഞങ്ങളുമായിട്ട് നല്ല രീതിയിലൊന്ന് സഹകരിക്കേണ്ടി വരും. തീർച്ചയായും. പക്ഷേ നിങ്ങൾ തീ കൊണ്ടാണ് കളിക്കുന്നതെന്ന് ആലോചിക്കണം. അറിയാം ഫാദർ, ഞങ്ങൾക്ക് പറ്റുന്ന ചെറിയ മിസ്റ്റേക്കിന് പോലും ഞങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നറിയാം. ഇതൊരു കസ്റ്റഡി ടച്ചും കാണരുത്. നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാം. അതാണ് ഞങ്ങൾക്കും താല്പര്യം. ഫാദറിനെ കുറിച്ചും ഈ പള്ളിയും ഫാദറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? ഫാദറിൻ്റെ ഈ കറുത്ത ലോഹ? ഞാൻ സെന്റ് ക്ലെയർ സന്യാസ സമൂഹത്തിൽപ്പെട്ട ഒരു വൈദികനാണ്. കറുത്ത ലോഹ ഞങ്ങൾക്ക് ധരിക്കാം. കറുപ്പ് വിലാപത്തിൻ്റെയും തപസ്സിൻ്റെയും അടയാളമാണല്ലോ. പക്ഷേ ഈ കറുപ്പ് ചെകുത്താൻ്റെയും അടയാളമാണല്ലോ. ഓഹോ, അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഈ കേസ് സംശയമുണ്ടോ? പള്ളിയിൽ അച്ഛനായതുകൊണ്ട് മാത്രം സംശയിക്കാതിരിക്കാൻ വഴിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്നെ ഈ കേസിൽ പ്രതിയാക്കാമെന്നാണോ? ഒരിക്കലുമില്ല അച്ചോ. അച്ഛനറിയാമല്ലോ ഈ പള്ളിയിൽ നടന്ന പ്രശ്നങ്ങൾ. അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് പുറത്തുകൊണ്ടുവരണ്ടേ? അച്ഛൻ തരുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും ഒരു ക്ലൂ ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കേസ് അന്വേഷണത്തിന് ഉപകാരപ്പെടും. മിസ്റ്റർ വിനായകൻ, ഞാൻ ഈ പള്ളിയിൽ വന്നിട്ട് 1.5 വർഷത്തോളമായി. കർഷകരും സാധാരണ ജനങ്ങളുമാണ് ഇവിടെ ഭൂരിഭാഗവും. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഈ ഇടവകയിൽ അന്ന് പ്രതിനിധി യോഗത്തിനിടയിൽ തർക്കമുണ്ടായി. ലൂയിസിന്റെ മകൻ കുഴഞ്ഞു വീണു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ വീട്ടിലേക്ക് എഴുന്നേറ്റ് പോയി. പിറ്റേ ദിവസം സെമിത്തേരിയിൽ അവന്റെ ശവം കാണുകയാണ് ഉണ്ടായത്. സൈമൺ ഒപ്പിടാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു. പക്ഷേ അവൻ രാത്രിയിൽ സെമിത്തേരിയിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത്. ഇത് മുമ്പ് വന്ന പോലീസുകാരോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പോലീസുകാർക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത് അച്ഛൻ ശ്രദ്ധിച്ചു കാണുമല്ലോ. അവർ എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. എനിക്കും അറിയണം ഈ സത്യം. ഈ പള്ളിക്ക് മേലുള്ള കളങ്കം തീർക്കാൻ നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ നല്ലത്. അവിടെ നിന്നറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഞാൻ പറയാറുണ്ട്.